പ്രധാനാധ്യാപകൻ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് തിരഞ്ഞെടുത്ത വിഷയം വായനയാണ്. വായന എന്നത് വായനാ ദിനത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല എന്ന തിരിച്ചറിവാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ ഉണ്ടായ സാഹചര്യം. ഹൃദയത്തെ ആർദ്രമാക്കാനും മാനവികതയെ ഉദ്ദീപിപ്പിക്കാനും അറിവ് വളർത്താനും സഹോദരി ഭാവന വിടർത്താനുമുള്ള നല്ലൊരു മാർഗമാണ് വായന. ഓരോ പുസ്തകങ്ങളിലും എഴുത്തുകാരൻ തന്റെ ആത്മാംശം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് തൊട്ടറിയുന്നതിലൂടെ നമ്മുടെ വായന പൂർണ്ണമാകുന്നു. വായന എന്നത് തലച്ചോറിനുള്ള വ്യായാമം മാത്രമല്ല, ഒരു വിനോദം കൂടിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വായനയുടെ രസവൈവിധ്യങ്ങൾ അറിയാൻ നാം ആദ്യം ഒന്നിനുമല്ലാതെ വായിച്ചു തുടങ്ങുക. ശേഷം ജീവിത വിജയത്തിനായി അർത്ഥമുള്ള വായനയിലേക്ക് നീങ്ങുക. അർത്ഥമുള്ള വായനയിലൂടെ നമുക്ക് ആശയങ്ങൾ ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കണം. എത്ര വായിച്ചു എന്നതിലുപരി വ്യക്തിയെയും സമൂഹത്തെയും എത്ര സ്വാധീനിച്ചു എന്നതാണ് പ്രധാനം. പ്രമുഖ ചിന്തകൻ ജോർജ് മാർട്ടിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. വായനക്കാരൻ മരണത്തിനു മുമ്പ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. ഒന്നും വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം ജീവിക്കുന്നു. അതേ വായനയിലൂടെ നമുക്ക് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുവാനും നിരവധി ജീവിതാനുഭവങ്ങൾ നേരിട്ടറിയാനും സാധിക്കുന്നു. വായന എന്നത് മനുഷ്യർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു സിദ്ധിയാണ്. അതിലൂടെ നമുക്ക് ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കാം. കാണാത്ത ലോകം കാണിക്കുന്ന, കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുന്ന മാന്ത്രിക പുസ്തകങ്ങളുടെ വായന സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലത്ത് വായനാശീലം വളർത്തിയെടുക്കുക എന്നത് ശ്രമകരമായി തോന്നാം. വായന മരിക്കുകയാണോ എന്ന ചിന്തയും ഉടലെടുത്തേക്കാം. എന്നാൽ